നമസ്തേ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പേഴ്സണാലിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. എനിക്ക് ദൈവം അയച്ചു തന്ന ഒരാളായിട്ടാണ് ഞാൻ ഈ പേഴ്സണാലിറ്റി കരുതുന്നത്. പ്രൊഫൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 22 വർഷം എക്സ്പീരിയൻസ്, സർട്ടിഫൈഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രശ്നാചാരിയാണ്. രാശി പ്രശ്നവും ഒക്കെ ആയിട്ട് ഉള്ള ജ്യോതിഷവും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ജ്യോതിഷ ഭൂഷണമാണ്. ആസ്ട്രോളജി സർട്ടിഫൈഡ് ആണ് കേരള ബ്രാഹ്മണ സഭയിൽ നിന്ന്. അതോടൊപ്പം തന്നെ സർട്ടിഫൈഡ് റേഖി മാസ്റ്ററാണ്. അഡ്വാൻസ്ഡ് പ്രാണിക് ഹീലറാണ്. സൈക്കോതെറാപ്പിസ്റ്റാണ്. സൈക്കോതെറാപ്പിയും ഹിപ്നോതെറാപ്പിയും അതിലൊക്കെ സർട്ടിഫൈഡ് ആണ്. അതെല്ലാം വന്നിട്ട് കേരള പ്രാണിക് ഹീലേഴ്സ് അസോസിയേഷനിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അതോടൊപ്പം ഡൈനാറ്റിക്സ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കിൽസ്, അത് നമുക്ക് ചോദിച്ചറിയാം മാഡത്തിനോട്. ഞാൻ പറഞ്ഞല്ലോ, സർട്ടിഫൈഡ് ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണ്. പെൻഡുലം തെറാപ്പി അറിയാം. സർട്ടിഫൈഡ് കൗൺസിലർ ആണ്. അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. സ്പിരിച്വൽ ഗൈഡൻസ്, മഹാവിദ്യ, ഗൈഡഡ് മെഡിറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള ഏരിയകളിൽ എക്സ്പേർട്ടാണ്. ഹ്യൂമൻ സൈക്കോളജിയിൽ സർട്ടിഫൈഡ് ട്രെയിനറാണ്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി അത് വന്നിട്ട് റൂത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി റൂത്ത് കോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. റൂത്ത് കോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, TCI ഇന്റർനാഷണൽ അല്ലേ? TCI ഇന്റർനാഷണൽ, ജർമ്മനി. ടീം സെന്റർഡ് എന്നാണ്. ഓക്കെ, ഇന്ററാക്ഷൻ മെത്തേഡ്. ഓക്കെ, ദാറ്റ്സ് എക്സലന്റ്. ഇന്ററാക്റ്റീവ് മെത്തേഡ് ഈവൻ കോർപ്പറേറ്റിൽ വരെ ഇപ്പം മോസ്റ്റ് മോഡേൺ ആയിട്ട് നമുക്ക് ട്രെയിനിങ്ങിൽ വരാറുണ്ട് ഇന്ററാക്റ്റീവ് മെത്തേഡ്. അത് വളരെ സമൂഹത്തിൽ വളരെ ഇതുള്ള ഒരു കാര്യമാണ് ഇന്ററാക്റ്റീവ് മെത്തേഡ്. അതോടൊപ്പം തന്നെ ക്രിയവാനാണ്. പിന്നെ അക്യുപ്രഷർ, സുജോക്ക്, ഇതിലൊക്കെ എക്സ്പേർട്ടാണ്. ലൈഫ് സ്കിൽ ട്രെയിനറാണ്. ഹിപ്നോസിസ് സർട്ടിഫൈഡ് ആണ്. അത് സ്കേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. സ്കേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹിപ്നോസിസ് സർട്ടിഫൈഡ് ആണ്. ട്രെയിൻ ഓൺ എ ട്രെയിനർ, അതായത് കോർപ്പറേറ്റിലൊക്കെ ഞങ്ങൾ ഈവൻ HR തന്നെ നമുക്ക് ആ ഒരു കോഴ്സ് റെഗുലറായിട്ട് വരുന്നത് ട്രെയിനർ എന്ന് പറയും. അതിൽ സർട്ടിഫൈഡ് ആണ് ട്രെയിനർ. അത് IPTA ലെവൽ എന്ന് പറയും. പോസിറ്റീവ് കമ്മ്യൂൺ മാസ്റ്റർ ട്രെയിനർ. IPTA കറക്റ്റ്. IPTA ലെവൽസ് അല്ലേ? പോസിറ്റീവ് കമ്മ്യൂൺ മാസ്റ്റർ ട്രെയിനർ എന്ന് പറയും. NSDC, നാഷണൽ ബെസ്റ്റ് ഇന്ത്യ മാസ്റ്റർ റെക്കോർഡ്. ഡൽഹി ബേസ്ഡ് ആണ് അല്ലേ? ഡൽഹി ബേസ്ഡ്. അതിൽ നിന്ന് സർട്ടിഫൈഡ് ആണ്. അതിൽ ഡിപ്ലോമ ഉണ്ട്. അപ്പൊ MSc ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി അണ്ണാമലൈ യൂണിവേഴ്സിറ്റി എന്നുണ്ട്. സോഷ്യോളജിയാണ്. യോഗ സർട്ടിഫൈഡ്, ഇന്ത്യൻ റെഡ് ക്രോസിന്റെ യോഗ സർട്ടിഫൈഡ് ആണ്. റിട്ടയർഡ് ഡിസ്ട്രിക്ട് ട്രഷററി ഓഫീസറാണ്, ഗസറ്റഡ് ഓഫീസറാണ്. പിന്നെ IMG സർട്ടിഫൈഡ് ട്രെയിനറാണ്, ഗവൺമെന്റ് ഓഫ് കേരളയുടെ. പിന്നെ വിൻവേൾഡിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇല്ലേ? വിൻവേൾഡ് അതെന്താണ് മാഡം? അത് ട്രെയിനർ ആകാനുള്ള. ഓക്കെ. ഇത് കൂടാതെ എന്തെങ്കിലും മാഡത്തിന് ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് മാഡത്തിന്റെ ഒരു പല ഏരിയകളിലേക്ക് നമുക്ക് പോകാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ മാഡം ഇത്രയൊക്കെ ആ ഒരു വലിയ പ്രൊഫൈല് ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു ഇതിലേക്ക് ലൈഫ് ഇതായി?
അത് പറഞ്ഞാല് എന്റെ 33ാമത്തെ വയസ്സില് എനിക്കൊരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായി. അതുവരെ അത്ര വലിയ സ്പിരിച്വാലിറ്റിയിലൊന്നും അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഭക്തിയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഓർക്കാപ്പുറത്താണ്. ഞാൻ ഉറങ്ങാനായിട്ട് കിടന്നതാണ്. അത് ഉറങ്ങിന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ആ റൂഫിന്റെ അവിടെ വന്ന് നിൽക്കുക. എനിക്ക് കാണാം എൻ്റെ ഹസ്ബൻഡും പിള്ളേരും കട്ടിലെ കിടന്ന് ഉറങ്ങുന്നത് കാണാം. ഞാനും ആ കൂട്ടത്തിൽ കിടപ്പുണ്ട്. എൻ്റെ ഇളയ മോന്റെ എൻ്റെ മേത്ത് വെച്ച് കിടക്കുന്നത് എനിക്ക് കാണാം. പക്ഷെ ഞാൻ ഉപരിയായിട്ട് നിൽക്കുക. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അപ്പൊ എനിക്ക് എൻ്റെ ബോഡി ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഇങ്ങനെ മേളിൽ നിൽക്കുന്നതായിട്ടറിയാം. എൻ്റെ ബോഡി ഞാൻ താഴെ കാണുന്നു. എനിക്ക് ആകെ ഒരു ഇത് എന്ത് അവസ്ഥയാണെന്ന് അറിയില്ലല്ലോ. ഞാനപ്പൊ ചുറ്റും നോക്കുമ്പോ ഈ ഭിത്തിയുടെ ഒന്നും ഒരു തടസ്സമൊന്നും കാണാതെ എനിക്ക് എൻ്റെ തറവാട് പുറകിലുണ്ട്, അവിടെയൊക്കെ കാണാം. എനിക്ക് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കാണാം. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. എനിക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നി. അന്ന് എൻ്റെ ഇളയ കൊച്ചിന് 5 വയസ്സ്, മറ്റവന് അത്രേ ഉള്ളൂ പ്രായം, മറ്റവന് 9 വയസ്സ് മൂത്തയാൾക്ക്. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോവാണല്ലോ. എനിക്കങ്ങൊരു പരിഭ്രമം വന്നു. പെട്ടെന്ന് ഈ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന പോലെ. അതാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. അങ്ങനെ ഞാൻ ഈ ബോഡിയിലേക്ക് വന്നങ്ങ് വീണു. ശരിക്കും വെള്ളത്തിൽ വന്ന് മോളിൽ നിന്നൊക്കെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുമ്പോൾ അനുഭവം. ബോഡിയിലേക്ക് തിരിച്ചു വരുക ചെയ്ത്, തിരിച്ചു കയറുക ചെയ്ത്. പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ എനിക്ക് ഉറക്കം പോലും വന്നില്ല. ഞാൻ എന്താ ഇതെങ്ങനെ സംഭവിച്ചതെന്ന്. പിന്നെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് അതിന്റെ ഒരു അന്വേഷണമായിരുന്നു. വേറൊരു ബോഡി ഉണ്ട്, ഞാൻ ഈ ബോഡി അല്ല, വേറൊന്നാണ് എന്നെനിക്ക് ബോധ്യം വന്ന ഒരു അനുഭവം. പിന്നെയാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇതിനെപ്പറ്റി അന്വേഷിക്കാനും ഒക്കെ പോയത്. പിന്നെ നല്ലോണം ഭക്തി ചെയ്തു. ഇത് അറിയാനുള്ള ആഗ്രഹത്തിന് പിന്നെ ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ദൂരോട്ട് ട്രാൻസ്ഫർ ആയി. അപ്പം രാത്രി മൊത്തം ഞാൻ കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. മഴയൊക്കെ വന്ന് ഞാൻ ടെറസിന്റെ മുകളിൽ പോയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ആകാശത്തും ഒക്കെ നോക്കി ഒരുപാട് കൃഷ്ണനെയൊക്കെ വിളിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി അന്വേഷണങ്ങളും അതിന്റെ കൂടെ ആരാണ് ദൈവം എന്നൊക്കെയുള്ള അന്വേഷണം ഒക്കെ വന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നീട് അമൃതാനന്ദമയിയുടെ അടുത്ത് പോയി. അങ്ങനെ ഒരുപാട് അന്വേഷണം ആയിരുന്നു. പിന്നെ പുസ്തകങ്ങള് നമുക്ക് അത്ഭുതം തോന്നും. നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെല്ലാം ഓഫീസിൽ കൊണ്ടുതരുന്നവരും ഈ പുസ്തക കച്ചവടക്കാർ തന്നെ. അതിലൊരു പയ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എന്ത് പുസ്തകമാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയും കറക്റ്റായിട്ട് കൊണ്ട് തരുമൊക്കെ. അങ്ങനെ ഞാൻ ആകെ ഇതിനകത്തങ്ങ് മുഴുകി, ഇതിന്റെ അന്വേഷണത്തിലേക്ക്. അങ്ങനെ വന്നപ്പോ ഈ ഒരു കാന്തിക ബോഡി നമുക്കുണ്ട് എന്ന് ഒക്കെ ഉള്ള മനസ്സിലായപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചാണ് പ്രാണി ഹീലിംഗ് കണ്ടുപിടിച്ച് അവിടെ പോയി പഠിക്കാനായിട്ട് ചേർന്നതൊക്കെ. അങ്ങനെ അന്നേരം തുടങ്ങിയാണ് ഈ പ്രാണി ഹീലിങ്ങിനകത്ത് 97 വരെ ആണ് പ്രാണി ഹീലിംഗ് തുടങ്ങിയത്. അന്ന് തൊട്ട് പ്രാണി ഹീലിംഗിലുണ്ട്. അപ്പൊ പ്രാണി ഹീലിംഗിന്റെ സാറാണേലും ഒരുപാട് ഒരു ഹൈ ലെവൽ ഉയർന്ന ഒരു യോഗിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴും ഞാൻ കണക്ഷൻ വിടാതെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളെല്ലാം പോയി പിന്തുടരും. അങ്ങനെ ഞാൻ പിന്നെ മെഡിറ്റേഷൻ എനിക്കങ്ങ് ക്രേസ് ആയി മാറി. ഞാൻ ഈ സ്വയം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി പ്രാർത്ഥന ഉള്ളതിനേക്കാൾ മെഡിറ്റേഷനാണ് പ്രാധാന്യം എന്ന് മനസ്സിലായി. പിന്നെ മണിക്കൂറുകളോളം തന്നെത്താനെ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻ, ഏത് മെഡിറ്റേഷൻ കണ്ടാലും ഞാൻ അതിൽ പ്രാക്ടീസ് ചെയ്യും. എല്ലാ മെഡിറ്റേഷനും എനിക്ക് അനുഭവമുണ്ട്. എല്ലാത്തിൽ നിന്നും അനുഭവം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പം ഈ മെഡിറ്റേഷനൊക്കെ ഓരോരോ മാർഗങ്ങളാണ്, ഇതിലെല്ലാം ഉപരി എന്തോ ഒരു സത്യം ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ സുപ്രീം സോൾ പരമാത്മാവിനെ തന്നെ ഗുരുവായിട്ട് എടുത്തു. ഞാനിങ്ങനെ സാങ്കല്പികമായിട്ട് ദക്ഷിണയൊക്കെ വെച്ച് അങ്ങനെ ഗുരുവാക്കി. അങ്ങനെ പരമാത്മാവിനോട് സംസാരിക്കാനും എനിക്ക് എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഹൃദയം കൊണ്ട് അങ്ങനെ സംസാരിച്ചാണ്. അപ്പൊ എനിക്ക് എല്ലാം എൻ്റെ വഴികളില് വിജയത്തിലേക്ക് അങ്ങനെ എല്ലാം എത്തിച്ചേരാറുണ്ട്. ഇപ്പൊ ഭയങ്കര അത്ഭുതകരമായ ആപത്തുകളിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു ഒക്കെ. ഇതെല്ലാം ഞാൻ
ആ സുപ്രീം സോളിന്റെ ഇടപെടലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഫീസ് ട്രഷറി ആണല്ലോ, ഞാൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, പണം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ 1-2 തവണ വലിയ കുടുക്കിലൊക്കെ വരേണ്ടതാണ്. കാരണം അതൊക്കെ വലിയ നല്ലൊരു അത്ഭുതകരമായ അനുഭവമാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അങ്ങനെ ദൈവത്തിന്റെ ഇടപെടൽ നന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ മണിക്കൂറുകളോളം മെഡിറ്റേഷൻ ചെയ്യും. അതായിരുന്നു എൻ്റെ ഒരു വലിയൊരു ക്രൈസ്. അങ്ങനെയാണ് ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നത്. പിന്നെ അതിന്റെ ഒരു സൈഡായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം പഠിക്കാൻ പോയി. പ്രാണിക് ഹീലിംഗ് ആയാലും എന്തുണ്ടെങ്കിലും ഈ ആത്മീയമായ അല്ലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതെനിക്ക് പിന്നെ ഒരു ക്രൈസ് ആയി. പിന്നെ 50-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ PG ഡിപ്ലോമ ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എടുത്തത്. അത് കഴിഞ്ഞ് അതിന്റെ MSc ഒക്കെ എടുത്തു. അപ്പൊ സൈക്കോളജിക്കലായിട്ടും അല്ലാതെ സയന്റിഫിക്കലായിട്ടും ഒക്കെയുള്ള ആ സ്പിരിച്വാലിറ്റി എനിക്ക് മനസ്സിലാവുന്ന അതിൽ നിന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു യാത്രയായിരുന്നു സ്പിരിച്വലായിട്ട്. പിന്നെ എനിക്കങ്ങനെ ചക്രാസിനെ പറ്റിയോ അങ്ങനെയുള്ള മെഡിറ്റേഷനോ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ വന്ന ഒരു വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. ആദ്യത്തെ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്തത്? അത് ഇതാണോ അതോ ഇപ്പൊ ഏതെങ്കിലും ഗുരുമാർഗത്തിലൂടെ വന്നതാണോ? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഗുരുക്കന്മാര് ആരും തന്നെ അറിയില്ലായിരുന്നു. നമ്മളൊരു ജെനുവിൻ ഒരു ഗുരുവിനെ കിട്ടുക, അല്ലെ മെഡിറ്റേഷൻ പഠിപ്പിക്കുക, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ സ്വയം ഒരു രീതി ഉണ്ടാക്കും. എനിക്ക് എൻ്റെ പരിമിതികളും ഉണ്ടായിരുന്നു. എനിക്ക് ഓഫീസിൽ പോകണം, കുട്ടികളെ നോക്കണം, ഹസ്ബൻഡ് ദൂരെയാ വർക്ക് ചെയ്യുന്നത്, അപ്പം സ്റ്റേറ്റിന് വെളിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ എൻ്റെ പ്രാരബ്ധങ്ങളൊക്കെ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗുരുവിനെ സമീപിച്ച് ശിക്ഷണമൊന്നും എടുക്കാനുള്ള ഒരവസരം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മെത്തേഡിലാണ്, അതായത് ഹൃദയം കൊണ്ട് സംസാരിക്കുക, ദൈവം കേൾക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പലപ്പോഴും തിരിച്ച് എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന പോലെ എനിക്ക് അനുഭവങ്ങൾ വരുമ്പോൾ ശരിക്കും ചില സൗണ്ട് ചിലപ്പോൾ വർത്താനം പോലും കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരുപാട് അനുഭവം. യോഗികൾ ഇതിനെ മാഡം ഉൾവിളി എന്നാണ് പറയുന്നത്. ഉൾവിളി ഉണ്ടാകുക, അനുഭവം. അങ്ങനെയാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നത്. പിന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രാണിക് ഹീലിംഗ് ഒരു വലിയൊരു അനുഭവമാണ്. കാരണം അതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് കാർമിക് കണക്കുകളൊക്കെ നമുക്ക് ഹീല് ചെയ്യാൻ കുറെ അങ്ങനെ ഞാൻ ഒരുപാട് ഹീൽ ചെയ്ത് എന്റെ പഴയ ജന്മത്തെ ബ്ലോക്കുകളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. മാഡത്തിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തൊട്ടൊന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ഞാൻ കൊച്ചിലെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് എൻ്റെ ചെറുപ്പകാലം, ബാല്യകാലം. ശരിക്കും പറഞ്ഞ ഒരു വല്ലാത്ത വിഷമത്തില് ഒരു അനാഥത്വം ഉണ്ടായിരുന്നു. കാരണം 2.5 വയസ്സില് അച്ഛനും അമ്മയും തമ്മില് വീട് വെക്കുന്നതിനെ പറ്റിയുള്ള ഒരു പ്രശ്നം വന്ന് അച്ഛൻ എന്നെ എടുത്ത് കുറെ ദൂരെയാണ് അച്ഛന്റെ വീട്. അവിടെ കൊണ്ട് അച്ഛന്റെ അമ്മയും അച്ഛനെ ഏൽപ്പിച്ചു എന്നെ. 2.5 വയസ്സേ ഉള്ളൂ. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിന്റെ ഓർമ്മ വരുന്നത്. 2.5 വയസ്സിൽ എഴുത്തിനിരുത്തുന്നതൊക്കെ അവിടെ വെച്ചാണ്. അങ്ങനെ അവിടം തൊട്ട് ഒരു 13 വയസ്സ് വരെ ഞാൻ അച്ഛനും അമ്മയും അച്ഛൻ അവിടെ കുറച്ചുനാൾ ജോലിയൊക്കെ ചെയ്തിരുന്നു. അച്ഛൻ പഞ്ചായത്തിലായിരുന്നു. അച്ഛന് രാത്രിയിലാണ് വരുന്നത്, 10 മണിയൊക്കെ ആകുമ്പോൾ. ഒരു കുഗ്രാമമാണ് അവിടെ അന്ന്, കറണ്ട് ഒന്നും ഇല്ലാതെ. അപ്പൊ അച്ഛൻ 10 മണിക്ക് വരുമെങ്കിൽ ഞാൻ മുത്തശ്ശിയുടെ കൂടെ കിടന്നുറങ്ങും. എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ അച്ഛൻ എടുത്തോണ്ട് പോയി കിടത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ തീർത്തും ഒരു എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ എന്നെ ഒന്ന് പരിപാലിക്കാനോ ഒന്നും ആർക്കും അവിടെ സമയമില്ല. എല്ലാവരും ഞങ്ങളൊരു ബ്രാഹ്മിൻ കുടുംബമാണ്. അപ്പം എല്ലാവരും രാവിലെ ആയ പൂജയും ദേവാലയവും അമ്പലവും ഒക്കെ ആയിട്ട് ഞങ്ങളൊക്കെ വിശന്നിങ്ങനെ ഇരിക്കും. ഞങ്ങളെയും കുറെ ജോലി ചെയ്യിപ്പിക്കും, പൂ പറിച്ചുകൊണ്ട് വരാനും കുറെ സാളഗ്രാമങ്ങളും വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കുളിപ്പിക്കാനും. അങ്ങനെ നേരം വെളുത്തു തുടങ്ങിയ നമുക്ക് എപ്പോഴും ജോലിയാണ്. പിന്നെ ഒരുപാട് കാർഷിക വിളകളുണ്ടായിരുന്നു, അത് പെറുക്കി വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വെയിലത്ത് വെക്കണം. അങ്ങനെ കൊച്ചുകുട്ടിയാണേലും എല്ലാവരും നല്ലതായിട്ട് കഷ്ടപ്പെട്ടായിരുന്നു. അപ്പം സ്നേഹം എന്ന് പറയുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല. കാരണം എന്നാന്ന് വെച്ചാല് അമ്മ കൂടെ ഇല്ലല്ലോ, അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എൻ്റെ വിഷമങ്ങൾ പറയാനോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിക്കാറുണ്ട്. പക്ഷെ അന്നാണേലും ഞാൻ ഈ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ അണുക്കളെ പോലെ തോന്നുമല്ലോ.
ആ അതിനിടയ്ക്ക് ഞാനൊരു ഓം ഓം എന്ന് എഴുതി കാണാറുണ്ട്. അത് ഹിന്ദിയിൽ ഇങ്ങനെ ഓം എന്ന് എഴുതുകയല്ലേ മുകളിൽ ചന്ദ്രക്കല്, ഹിന്ദിയിലല്ല സംസ്കൃതത്തിൽ എഴുതലേ ഇങ്ങനെയുള്ള അക്ഷരം. അതേമാതിരി ഓം ഞാൻ കാണും. എനിക്കത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്, എന്തോ ഒരു സുഖമാ. അന്ന് പക്ഷെ ഞാനങ്ങനെ പ്രാർത്ഥനയോ മെഡിറ്റേഷനോ ഒന്നും ഇല്ലാത്തൊരു കാലം. അത് ഒരു വട്ടത്തിലുള്ള ഒരു ക്ലൗഡ് പോലത്തെ ഒരു മെറ്റീരിയലിനകത്താണോ? അല്ല, അല്ല, അങ്ങനല്ല. അല്ല, നല്ല ഈ ഈ അന്തരീക്ഷത്തിന് തിളങ്ങുന്ന ഒരു സിൽവർ കളർ തിളങ്ങുന്ന ഒരു അക്ഷരത്തിലാണ് കാണുന്നത്. അതെ, അതൊരു സ്മോക്കി പോലത്തെ സംഭവമാണോ ഞാൻ ചോദിക്കുന്നത്? അല്ല, നല്ല അത് മാത്രം ഇങ്ങനെ ഓം എന്നുള്ളത് തിളങ്ങി ഇങ്ങനെ കാണും. ആ അതുള്ളൂ, സ്മോക്ക് ഒന്നുമില്ല. അങ്ങനെ കാണാറുണ്ടായിരുന്നു. അത് കാണാൻ എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ണ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചുരുക്കി നോക്കിയാൽ എനിക്കത് കാണാം. അത് പിന്നീട് അത് കാണുന്നില്ല, അന്ന് കാണാമായിരുന്നു. അങ്ങനെ ഒരു അനുഭവമാണ് ചൈൽഡ്ഹുഡില്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 13 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മയുടെയൊക്കെ അടുത്ത് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ അമ്മയുടെ സ്നേഹം എനിക്ക് ആ ചെറുപ്പകാലത്ത് കിട്ടിയിട്ടില്ല, ടീനേജ് വരെ കിട്ടിയിട്ടില്ല. അതിൽ വളരെ സങ്കടകരമായ ഒരു എന്താ പറയുന്നത്, എല്ലാരും ഉണ്ട് പക്ഷെ നമുക്കാരും ഇല്ല, അങ്ങനത്തെ ഒരു അനുഭവം. പക്ഷെ അവിടെ നിന്ന് എനിക്ക് വേറെ പലതും കിട്ടി. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ വലിയൊരു ഭക്തയായിരുന്നു. 4 മണിക്ക് എഴുന്നേറ്റ് കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കേട്ട് 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 അതെല്ലാം ഹൃദ്യസ്ഥമായി ആ കൊച്ചു പ്രായത്തിൽ തന്നെ. നമ്മളൊരു പകുതി ഉറക്കത്തിൽ പോലും ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞാല് ഞങ്ങളെ കൊണ്ട്, പിള്ളേരെ കൊണ്ട്, മുത്തശ്ശിക്ക് കണ്ണിന് തിമിരമുണ്ട്. അപ്പൊ ഞങ്ങളെ കൊണ്ടൊക്കെയാണ് ഇത് വായിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഈ 24 വൃത്തവും 14 വൃത്തവും ശിവപുരാണവും അഷ്ടപതിയും പിന്നെ രാമായണം പിന്നെ മുത്തശ്ശി പറയുന്ന ബുക്കുകളെല്ലാം ഇങ്ങനെ വായിച്ച് വായിച്ച് വെച്ച് ഒരുപാട് ഇങ്ങനെ കഥകളും പറഞ്ഞു തരും മുത്തശ്ശി. അങ്ങനെ കുറേ ഒരു വലിയൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ സംശയമൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അതൊക്കെ ഒരു സ്പിരിച്വലി ഒരു ബേസ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. പിന്നീട് മുത്തശ്ശിക്ക് ഈ ഓതാനൊക്കെ അറിയാമായിരുന്നു. ഈ അവിടെ ഒരുപാട് ആൾക്കാർ, എല്ലാ മതക്കാരും വരുമായിരുന്നു, ഓതാൻ വരും. അല്ല, ഓതലെന്ന് പറയും. ഇങ്ങനെ ഓതി കരപ്പൻ വരുന്നവര്, കണ്ണുദോഷം, നാവുദോഷം, ഉളുക്ക്, കാലില് ഉളുക്ക്, ഇങ്ങനെ ഇവരൊക്കെ ഈ ഉളുക്കിയൊക്കെ വരുന്നവര് തിരിച്ചു നടന്നു പോകുന്ന കാണാറുണ്ട്. അതൊക്കെ ഞാനൊരു സാധാരണ സംഭവം പോലെ, പിന്നെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഓത്തറിയായിരുന്നു മുത്തശ്ശിക്ക്. ആ മുത്തശ്ശി അത് എനിക്കാ പകർന്നു തന്നെ. എന്നിട്ട് അന്ന് അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് എനിക്ക് ഈ ഓതല് പറഞ്ഞു തന്നത്. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. ഇപ്പോഴും ഞാനത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കാരണം അത് വളരെ എഫക്റ്റീവാണ്. കണ്ണുദോഷവും നാമദോഷവും ഒക്കെ ഓതാനൊക്കെ നല്ല എഫക്റ്റീവ് ഉള്ളതാണ് അത്. ഇപ്പൊ ഞാൻ എൻ്റെ കൊച്ചുകുട്ടികളെയൊക്കെ അങ്ങനെയാണ്, പെട്ടെന്ന് അവരെപ്പോഴും വിളിക്കും, അപ്പോഴേ ഓതും, അപ്പോഴേ ക്ലീൻ ആവും, ശരിയാകും. അങ്ങനെ അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ അങ്ങനെ അത് ഞാൻ കുറെ കാലമായി. എൻ്റെ മകൻ ഉണ്ടായപ്പോഴാണ് ഞാൻ ഇതൊക്കെ കയ്യിലെടുക്കുന്നത്, ഓതി തുടങ്ങിയത്. പക്ഷെ അതെല്ലാം നല്ല എഫക്റ്റീവാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി. മാഡത്തിന്റെ പേഴ്സണൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എത്ര വയസ്സിലാണ് തുടങ്ങുന്നത്? അതെന്തൊക്കെയാണെന്നൊന്ന് ആദ്യം പോലെ പറഞ്ഞു. ചെറുപ്പത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ, അത്യാവശ്യം. പക്ഷെ സത്യം പറഞ്ഞ അന്നത്തെ രീതിയില് വീട്ടില് എപ്പോഴും പൂജയും എല്ലാരും അതിനകത്തൊക്കെയാണ് ശ്രദ്ധ. എല്ലാവർക്കും ദൈവത്തിന്റെ മേലാ ശ്രദ്ധ. ഇങ്ങനെ വന്നിട്ട് ദൈവത്തോട് തന്നെ ദേഷ്യമായി. കാരണം നമുക്ക് ഈ കൊച്ചിലെ നല്ല തണുപ്പുള്ളപ്പോ പോയി കുളിക്കുക, നാമം ജപിച്ചുകൊണ്ടിരിക്കുക, വിശന്നാലും ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക, ഇന്നും വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് നാമം ജപിക്കണം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളായിരുന്നു. അതെനിക്ക് അന്നേരം തോന്നി, എല്ലാരും ദൈവത്തിന് വേണ്ടി, ഈ ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. കൊച്ചിലെ എനിക്ക് അമ്മയില്ല, അച്ഛനെ കിട്ടുന്നുമില്ല, മുത്തശ്ശിക്ക് ഇതൊക്കെ കഴിഞ്ഞ് നേരവും ഇല്ല. അപ്പൊ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ അന്ന് ഈ ദൈവത്തിന് വേണ്ടിയുള്ള ഈ അവിടുത്തെ ബഹളമൊന്നും എനിക്ക് അത്ര ദൈവത്തോടുള്ള ഒരു ഇഷ്ടക്കുറവാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് ചെറുപ്പത്തിലുണ്ടായത്. പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം ഇതിലൊന്നും അർത്ഥമില്ല, ഈ പുരാണങ്ങൾ വെറും കഥകളാണ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അന്നേരം
ക്രിസ്ത്യാനിറ്റി അത് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്തും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അവിടെ ഇപ്പം ഞാനൊരു കോളേജ് ക്രിസ്ത്യൻ കോളേജിലാ പഠിച്ചേ. അപ്പം അവള് ക്രിസ്തുവിനെ പറ്റിയൊക്കെ ഒത്തിരി പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അതിലൊരു ആകർഷണം വന്നു. ഞാൻ അവിടെ കുർബാന കൈക്കൊള്ളാനും പിന്നെ പള്ളി തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്, അവിടെ പോയി ഒരു വെള്ളം ഉണ്ടല്ലോ, എന്തോ അതിനൊരു പേരുണ്ട്, കാനാൻ വെള്ളം ഒന്നും അങ്ങനെ, അതൊക്കെ തൊട്ടിട്ട് വേണം പരീക്ഷ എഴുതാൻ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഉള്ള അവസാനം ഞാൻ കുരിശ് വരെ ധരിച്ചുകൊണ്ട് നടന്നു. അത് കണ്ട് വീട്ടിൽ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് മാറ്റി വെച്ചത്. അങ്ങനെ കുറച്ചുനാൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ നിരീശ്വരവാദത്തിലേക്ക് പോയി. അങ്ങനെ ഉണ്ടായി. കുറച്ചുനാൾ അങ്ങനെ ദൈവം ഇല്ല എന്നൊരു കൺസെപ്റ്റിലോട്ട് എനിക്ക് വരേണ്ടി, അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞ എല്ലാം സീറോയിൽ നിന്ന് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കാര്യസാധ്യത്തിനുള്ള ഭക്തിയൊക്കെ തുടങ്ങി. അതായത് കുളിച്ചു തൊഴുക, പിന്നെ പരീക്ഷ പാസ്സാകാൻ വേണ്ടി, അതെ, ഷഷ്ടിയൊക്കെ നോക്കുക, അതെല്ലാം എല്ലാം എനിക്ക് വർത്തായിരുന്നു. അത് ഞാൻ ചെയ്തൊക്കെ എനിക്ക് റിസൾട്ട് തരുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് അത്യാവശ്യം അങ്ങനെ ഭക്തിയൊക്കെ അയക്കുമ്പോഴാണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. കല്യാണമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ അങ്ങനത്തെ ഭക്തിയൊക്കെ ഉള്ളായിരുന്നു. പിന്നീടാണ് ഈ 33 വയസ്സിൽ എനിക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായത്. അതിനുശേഷമാണ് ഞാൻ ശരിക്കും എൻ്റെ ഉള്ളിലേക്ക് അന്വേഷിച്ചു തുടങ്ങി. അതിന് ശേഷമാണ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാനും ആരാണ് ദൈവം. അവസാനം ഞാൻ ദൈവത്തിനോട് ഞാൻ പിണങ്ങ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാനൊരു കണ്ടീഷനൊക്കെ വെച്ചിരുന്നു. ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എൻ്റെ വിചാരം, നമ്മൾ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ദൈവം അത് കേൾക്കില്ല എന്നുള്ള അങ്ങനെ അതിലായിരുന്നു എനിക്ക് വിശ്വാസം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ 41 ദിവസത്തിനകം എനിക്കൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ ഇനി തൊട്ട് ദൈവമില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അതൊക്കെ പറഞ്ഞു. പക്ഷെ 39-ാം ദിവസം എനിക്കൊരു നോട്ടീസ് കിട്ടി, ഒരു മെഡിറ്റേഷന്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെഡിറ്റേഷൻ കിട്ടി. ഞാൻ അവിടെ പോയി. അവിടെ ഞാൻ ഒരുപാട് കാലം തുടർന്നു. ആ മെഡിറ്റേഷൻ ആയിരുന്നു എനിക്ക് ഇഷ്ടം. അവിടുത്തെ നോളജും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നോളജും. പിന്നെ ഞാൻ ഈ നോളജിലേക്ക് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഞാൻ ഈ പ്രകൃതിയിലേക്ക് നോക്കാൻ പറഞ്ഞപ്പം ഒരു പുല്ലാണേലും വളരുന്നു, പൂക്കുന്നു, കായ്ക്ക് അടുത്ത അതിനൊരു പുതിയൊരു ജനറേഷനെ സൃഷ്ടിച്ചിട്ട് ഒന്ന് അതങ്ങ് പോകുന്നു. അങ്ങനെ എല്ലാ വൃക്ഷങ്ങളും പ്രകൃതി തന്നെ ഒരു അത്ഭുതമായിട്ട് ഞാൻ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ ഇഷ്ടമാണ്, പ്രകൃതി പറ്റി ചിന്തിച്ചിരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് നോളജ്, എന്താണ് അറിവ് എന്ന് എനിക്ക് അറിയണമെന്ന് തോന്നി. അങ്ങനെ ഈ അറിവുകളിലേക്കൊക്കെ പോയി പുസ്തകങ്ങൾ വായിക്കുക, എല്ലാം ഈ ഒരു ലൈനിലേക്ക് പോയി. അതിനൊന്നും ഇവരെ വല്ല നോവലുകളും ഒക്കെ 5-ാം ക്ലാസ് തൊട്ട് ഞാൻ ഈ നോവലുകളും ഒക്കെ മിക്കവാറും എല്ലാ നോവലുകളും ഒക്കെ വായിച്ചൊരു ക്രേസ് ആയിട്ട് കൊണ്ടുനടന്ന ഞാൻ അതെല്ലാം മാറ്റി ഒരു സ്പിരിച്വൽ സൈഡിലേക്കുള്ള മാത്രമുള്ള സെലക്റ്റീവായിട്ട് വായിച്ചു തുടങ്ങി. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജീവിതമൊക്കെ ഞാൻ ഒരു 16 തവണയെങ്കിലും അത് വായിച്ച് കരഞ്ഞിട്ടുണ്ട്. അതുപോലെയൊക്കെ എനിക്കും കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ കിട്ടുമെന്ന് ഒരുറപ്പുമില്ലല്ലോ. അതൊക്കെ വലിയ യോഗ്യന്മാരുടെയും വലിയ ആൾക്കാരുടെയും കാര്യമായിട്ട് ഞാൻ അങ്ങ് വിചാരിച്ചത്. എങ്കിലും ഞാനത് എന്തിനോ വേണ്ടി ആഗ്രഹിച്ചു. അതുപോലെ ഇവരുടെയൊക്കെ അമൃതാനന്ദമയി മാതാവിന്റെ ജീവിതം, അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം, അവരുടെ എഴുത്തുകൾ, അങ്ങനെ പിന്നെ ഈ നമ്മൾ ഈ ജീവിത ചിന്തകളൊക്കെ എഴുതുമല്ലോ, ഈ അങ്ങനെ ഒരു പുസ്തകം തന്നെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ച് അതൊക്കെ എഴുതി വെക്കുക, ഇതൊക്കെ ഒരു ഹോബി ആയിരുന്നു എനിക്ക്. എല്ലാ നല്ല കാര്യങ്ങളും വേണം എന്ന്. അങ്ങനെ ഒരു വലിയ പ്രോസസ്സിൽ കൂടെയാണ് ഒരു വലിയ ഒരു എന്താ പറയുന്നത്, തേഴ്സ്റ്റ്, അങ്ങനെ ഒരു ദാഹം, അങ്ങനെയായിരുന്നു ഞാൻ ഇതിലേക്ക് വന്നത്. അങ്ങനെ നല്ല അനുഭവങ്ങളും എന്ത് മെഡിറ്റേഷൻ കണ്ടാലും ഞാൻ അതിനകത്ത് പങ്കെടുക്കും, അത് ചെയ്യും. അത് ഞാൻ നിഷ്ഠയോടെ ആ ഒരു മെഡിറ്റേഷൻ എനിക്കങ്ങ് ക്രേസ് ആവും, അത് ഞാൻ ചെയ്യും. അങ്ങനെ ഒരുപാട് തരം മെഡിറ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ഓരോ മെഡിറ്റേഷൻ കണ്ടാൽ ഞാൻ അതും ഫോളോ ചെയ്യും, കുറച്ച് ദിവസം അതും ചെയ്യും. അങ്ങനെ ചെയ്ത് അപ്പോൾ ഒരു 2017 അന്ന് എനിക്ക് ട്രാൻസ്ഫറായി, പ്രൊമോഷൻ ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് ഞാൻ പത്തനംതിട്ട ജില്ലാ ഓഫീസറായിട്ടിരിക്കുക. അപ്പോഴാണ് അവിടെ ആറന്മുള അമ്പലത്തില് വള്ളസദ്യ
ഞാൻ ഉണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് അവിടെ അങ്ങനെ പോകാനൊരു ചാൻസ് കിട്ടി. അപ്പൊ ഞാൻ ആറന്മുള പോയി. ആ ഒരു വള്ളസദ്യയിൽ അതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഒരു ഫീലോട് കൂടി ഞാൻ എല്ലാം പങ്കെടുത്തു കഴിഞ്ഞ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ നന്ദി പറയുമല്ലോ നമ്മൾ. അതിന് കൊടിമരത്തിന്റെ ചുവട്ടിൽ പോയി നിന്ന് നന്ദി പറയാനായിട്ട് ഊണൊക്കെ കഴിഞ്ഞു, സുഖമായിട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ പോയി നിന്ന് നന്ദി പറയാനായിട്ട് അങ്ങ് നിന്നു. കണ്ണടച്ച് ഞാൻ അങ്ങ് നിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് ആ വലിയ അമ്പലം. ആ അമ്പലത്തിന്റെ ആകാശത്ത് കൃഷ്ണനെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്റെ ചുറ്റും ഭയങ്കര ബഹളം നടക്കുക. വള്ളസദ്യയുടെ പറവെക്കലുണ്ട്, അവിടെ നിറച്ച് ജനമുണ്ട്, അവിടെ സദ്യക്ക് ഇങ്ങനെ പല ടെന്റുകൾ കെട്ടി അവിടെ എല്ലാം സദ്യ. ഇതിന്റെ ഈ ബഹളം ഒന്നും ഞാൻ കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഞാൻ ആ കൃഷ്ണനെ ആകാശത്ത് കാണുക. അത് ഓടക്കുഴലൊന്നും ഇല്ലാത്ത കൃഷ്ണൻ. കൈ ഇവിടെ വളരെ മുടിയുണ്ട്. ഈ നെഞ്ചു തൊട്ട് ഇങ്ങോട്ട് മേളിലോട്ടാണ് ഞാൻ കാണുന്നു. ആ ആകാശം നിറഞ്ഞു നിൽക്കുക. ഇത്രയും വലിയൊരു രൂപത്തിൽ ഞാൻ കാണുക. എനിക്ക് എന്താണ് ആ ഒരു സുഖം എന്ന് പറഞ്ഞറിയിക്കാൻ മേല. അപാരമായ ഒരു സുഖമായിരുന്നു. ഞാൻ അങ്ങനെ എത്ര നേരം നിന്നെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്റെ കൂടെ വന്നവരെന്നെ അവര് മടുത്തു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണല്ലോ എന്ന് വിചാരിച്ച് അവര് സഹിച്ച് അവര് സഹി കെട്ടിട്ട് എന്നെ വന്നങ്ങ് തൊട്ടു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് പോവണ്ടേ സാറേ, ഇങ്ങനെ നിന്നാ എങ്ങനെ? അപ്പൊ എന്റെ ഓഫീസിലുള്ളവരാ എന്റെ കൂടെ. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. സാറെന്താ ഞാൻ ഞെട്ടുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്നേരത്തേക്ക് ഈ കൃഷ്ണന്റെ രൂപം വന്ന് ആ ശ്രീകോവിലേക്ക് അങ്ങ് പോയി. അങ്ങനെ ഒരു കുഴല് പോലെ അങ്ങ് ശ്രീകോവിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ എന്താ പറയാ, ഒരു എക്സ്റ്റസി എന്ന് പറയുന്ന ഒരു മൂഡില. എനിക്ക് ആരോടും മിണ്ടാൻ പോലും തോന്നുന്നില്ല. എനിക്ക് ആ ഒരു സുഖത്തിൽ നിന്ന് എനിക്ക് വിടാൻ പറ്റുന്നില്ല. ഒന്നും തോന്നുകയല്ല. ഞാൻ മിണ്ടാതെ പോന്നു. അപ്പൊ ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞ ഒരു ട്രഷറിയിലോട്ട് പോവേണ്ടതാ, ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം അവരോട് പറഞ്ഞു. അപ്പൊ എനിക്ക് വണ്ടിയൊക്കെ ഉണ്ട്, DTIക്ക് വണ്ടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ആ സ്റ്റാൻഡ് എത്തിയപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ നിർത്തിക്കോ, ഞാൻ പോവാന്ന്. അപ്പൊ സാറേ ഞാനിന്ന് ലീവാ, ഞാൻ പോവാ, ലീവാ എന്ന് പറഞ്ഞിട്ട് അവര് വേറെ പറയാൻ നിൽക്കുമ്പോഴൊന്നും ഞാൻ കേൾക്കാൻ പോലും നിൽക്കാതെ ഞാൻ ഓടി പോയി ബസ്സിൽ കയറി മൂലെ കയറിയിരുന്നു. കാരണം ആ ഒരു സുഖം. പിന്നെ എനിക്കൊന്നും മിണ്ടാനോ ആരോടും ഇടപെടാനോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല. ടിക്കറ്റിന്റെ ചില്ലറ പോലും കൃത്യമായിട്ട് എടുത്ത് ഞാൻ വെച്ചിരിക്കുക. അയാൾ പോലും എന്നോട് മിണ്ടാതിരിക്കാൻ. അത്രയ്ക്ക് ആരോടും മിണ്ടണ്ട. അത്ര ആനന്ദത്തിൽ ഞാൻ വീട്ടിലെത്തിയിട്ടും എനിക്ക് ആനന്ദം അങ്ങ് മാറുന്നില്ല വെച്ചാൽ മാറാൻ എനിക്ക് ഇഷ്ടമില്ല. ആ ഒരു അനുഭവമായിരുന്നു. അപ്പൊ എനിക്കൊരു സംശയം, ഞാൻ കണ്ടത് ശരിയാണോ, സത്യമാണോ? എനിക്കപ്പോ ഈ ഇങ്ങനെ കൃഷ്ണനെയോ അങ്ങനെയുള്ള ഭജനയോ ഒന്നും ഇല്ല. ഞാൻ സുപ്രീം സോളിനെ മാത്രമേ വിചാരിക്കാറുള്ളൂ. സുപ്രീം സോളിനോട് സംസാരിക്കും, മെഡിറ്റേഷൻ ചെയ്യും, അത് മാത്രമേ ഉള്ളൂ. ഒരു ദേവതയെ, കൃഷ്ണനെയോ ദേവിയോ ഒന്നും ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ലാത്ത ആളാ ഞാൻ ഈ കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ശരിക്കും ഞാൻ ശരിക്കും കണ്ടതാണോ, ഇതാ തോന്നലാണോ, എന്താ സംഭവിച്ചേ, അങ്ങനെയാണെ ഓടക്കുഴലില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കാരണം കുറെ കാലമായിട്ട് ഇവരെ ഒന്നും വിചാരിക്കാറില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് ഈ TV ഓണാക്കി. ഞാൻ അങ്ങനെ ഒന്നും ഓണാക്കാറില്ല. എനിക്കറിയാം രാവിലെ എന്തെങ്കിലും ഭക്തിയുടെ കാണും എന്ന്. അങ്ങനെ ഓണാക്കി. ഇപ്പം ഒരു പൂമാനന്ദ തീർത്ഥ സ്വാമിയുടെ ഭാഗവതം ഇങ്ങനെ പറയുന്നുണ്ട്. അതില് ഞാൻ കാണുന്ന രംഗനാന്ന് വെച്ചാൽ അതിലെ ഒരു തേരില് കൃഷ്ണനും അർജുനനും അതിങ്ങനെ ക്ലോസപ്പ് ചെയ്ത് ഇങ്ങനെ വലുതായിട്ട് കാണുമ്പം ഞാൻ കണ്ട കൃഷ്ണൻ തന്നെയാണ് അവിടെ. അതേ രൂപം, ഓടക്കുഴലും ഇല്ല. അതായത് അപ്പോഴാ എനിക്ക് ബോധം വന്നു, അയ്യോ ആറന്മുള പാർത്ഥസാരഥിയാണല്ലോ, കുഞ്ഞു കൃഷ്ണനോ ഒന്നും അല്ല, പാർത്ഥസാരഥിയാണല്ലോ എന്ന്. അപ്പോഴാണ് എനിക്ക് ബോധം. അതെ, ആ ഓടക്കുഴലൊന്നും ഇല്ലാതെ ഞാനും കണ്ടേ. അപ്പൊ ഈ ഒരു ദൃശ്യം അത് എപ്പോഴും അങ്ങനെ, ഈ ഒരു ദൃശ്യം കാണിച്ചു തന്ന് എന്നെ ബോധ്യപ്പെടുത്തി വന്നത് നീ കണ്ടത് ഞാൻ തന്നെയാണ് എന്ന്, എന്നെ തന്നെയാണ് എന്ന്. അയ്യോ അതെനിക്ക് ഭയങ്കര, പിന്നീട് ഞാൻ ഭക്തി ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഫീലായി. പിന്നെ